നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം മണ്ഡലത്തിലെ ചൂലേര് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ നടന്ന ഗണേശോത്സവ പരിപാടിയിൽ CPM-ന്റെ പ്രവർത്തകർ ഗണേശ വിഗ്രഹം അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. വളരെ വലിയ പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ BJP-യുടെ മണ്ഡലം പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുകയാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി, ഇന്നലെ ഉണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? എന്താണ് സംഭവിച്ചത്? വളരെ സമാധാനമായി എടുത്തിരുത്തി കടലായി ക്ഷേത്രത്തിൽ നിന്ന് ഗണേശോത്സവത്തോടനുബന്ധിച്ചുള്ള ഗണേശ വിഗ്രഹം സ്ത്രീകളും അമ്മമാരും അടങ്ങുന്ന കൂട്ടം നിമഞ്ജനം ചെയ്യാനായി പോവുകയായിരുന്നു. ആ വഴിക്ക് ഒരാൾ മദ്യപിച്ച് വന്ന്, അയാൾ ഒരു CPM-ന്റെ പഴയകാല ഗുണ്ടയാണ്, അയാൾ CPM പ്രവർത്തകനാണ്. അയാൾ വന്ന് ആക്രമിച്ച് ഒരു ഇരുമ്പ് വടി ഉപയോഗിച്ച് ഗണേശന്റെ തുമ്പിക്കൈ തച്ചുടയ്ക്കുകയായിരുന്നു. ഈ സംഭവം നടന്ന സമയത്ത് എങ്ങനെയാണ് പോലീസിന്റെ നടപടി? എങ്ങനെയായിരുന്നു? പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് അയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇരുമ്പ് വടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ടൊരു ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അതിന് കാരണം അദ്ദേഹത്തെ ഇറക്കാൻ വന്നത് ഇവിടുത്തെ മെമ്പറായിരുന്ന ഷാഫിയാണ്. ഷാഫിയുടെ ഒരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട്. CPM അജണ്ട. ഒരു സമാധാനമായി, ജാതീയമായ വേർതിരിവൊന്നുമില്ലാതെ സമാധാനമായി പോകുന്ന ഒരു ഏരിയയിൽ ഇതുപോലൊരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മനഃപൂർവ്വമായ ഒരു രീതിയാണ്. ചേച്ചി, ഇപ്പോ ഈ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇതുപോലെ ഗണേശോത്സവം ഹിന്ദു സമൂഹം നടത്തുന്ന സമയത്ത് അവരെ പ്രകോപിപ്പിച്ചൊരു കാര്യം എന്നാണ്. ഇവിടെ ചൂലൂർ എന്ന് പറയുന്ന പ്രദേശം ജാതീയമായി യാതൊരു വേർതിരിവും ഇല്ലാതെ നമ്മുടെ സംഘപരിവാർ സംഘടന നടത്തുന്ന ബാലികാ സദനം എന്നൊരു അനാഥാലയം ഇവിടെയുണ്ട്. നമ്മൾ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിധത്തിലുള്ള സേവന പ്രവർത്തികൾ ജാതി ഭേദമന്യേ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അവരെ ചൊടിപ്പിക്കാനായിട്ട് കാരണം. നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വന്ന് നമ്മുടേതായ ഒരു പബ്ലിക് ലൈബ്രറി ഓപ്പൺ ചെയ്ത് നമ്മൾ സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തുറന്നു കൊടുത്തതൊക്കെ ഇവിടെ CPM-കാരെ വളരെയേറെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ചേട്ടാ നമസ്കാരം. പേരെന്തായിരുന്നു? ജ്യോതിബാസ്. അപ്പോ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വലിയൊരു അക്രമം ഉണ്ടായിരിക്കുകയാണ്. ഇത് പല പ്രദേശങ്ങളും അവർ ചെയ്യുന്നുണ്ട്. കണ്ണൂരൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. എന്താണ് ഇവിടെ നിങ്ങളുടെ ഈ ഒരു പ്രദേശത്ത് ഇതുപോലൊരു പ്രകോപനം CPM ഉണ്ടാക്കുന്നതിന്റെ കാര്യമുണ്ട്? CPM ഉണ്ടാക്കുന്നതിന്റെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ വന്നിക്ക. കടത്തിത്തി പഞ്ചായത്ത് സത്യത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും സൃഷ്ടിക്കാൻ കണ്ടില്ല. ഒക്കെ 20 വോട്ട് 30 വോട്ടിന് പല ഘട്ടങ്ങളിലും ഒരു 10 വർഷമായിട്ട് തോൽവി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഇപ്രാവശ്യം വളരെ നേരത്തെ തന്നെ വോട്ട് ചേർക്കലും വെട്ടിക്കലുമായിട്ട് വളരെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുക സംഘടനാപരമായിട്ട് BJP. അപ്പൊ അതിനെ ഒരു തകർക്കുക എന്നുള്ളതാണ്. അതായത് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് ഈ ദേശീയ ഉത്സവങ്ങളൊക്കെ നടത്തുന്നത്. അതിൽ മുന്നിൽ വരുന്നപ്പോഴും BJP തന്നെയാണ്. അപ്പൊ BJP-നെ ഒന്ന് തകർക്കുക, ഒരു മതപരമായിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടാക്കുക. ഇത് ഒരു വർഷം മുന്നും കഴിഞ്ഞ പൂക്കോട്ട് ക്ഷേത്രത്തില് ഒരു അഹിന്ദു വന്നിട്ട് സ്റ്റേജിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പൊ ഇന്നലത്തെ വിഷയം ഉണ്ടായിട്ടുള്ളത്. മനോജ് എന്ന് പറഞ്ഞ ഒരു മാർക്സിസ്റ്റ് ക്രിമിനൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് ഇവര് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ആസൂത്രിതമായിട്ടാണ് ഈ BJP പ്രസ്ഥാനങ്ങളോടും സംഘപരിവാർ പ്രസ്ഥാനങ്ങളോടും ഇവര് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിരന്തരം അവർക്ക് ഇവിടെ തുടർന്ന് കലാപം ഉണ്ടാക്കിയാൽ മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ നിലനിൽപ്പുള്ളൂ. ഇന്നലെ ഈ മനോജിനെ എടുക്കാൻ തന്നെ ചെയ്തത് CPM-ന്റെ ഒരു നേതാവ് ഷാഫിയാണ്. അവര് സ്റ്റേഷനിലെത്തുന്നതിന് മുന്നേ ഷാഫിയൊക്കെ എത്തി പിന്നെ ഇറക്കാനായിട്ട്. അപ്പൊ ഈ ക്രിമിനലുകളെ വളർത്താൻ സംരക്ഷണം കൊടുക്കാമെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം. അപ്പൊ ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കി ഭീതി പരത്തി BJP RSS-കാർ ഇവിടെ സംഘർഷം ഉണ്ടാക്കുന്ന പ്രതീതി വർത്തി തീർക്കാൻ വേണ്ടി തന്നെ സത്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി തീർന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇതുപോലെ ഹിന്ദു സമൂഹത്തിന്റെ പരിപാടികൾ ആക്രമിക്കുന്ന പല ഘട്ടങ്ങളുണ്ടായിട്ടുണ്ടല്ലോ. ഇത് ഹിന്ദു സമാജത്തെ ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്ത് എന്ത് പ്രവർത്തനമാണ് ഇനി മുന്നോട്ടുള്ള സമയങ്ങളുണ്ടാവും? ഞങ്ങള് അക്രമത്തിന്റെ പാത ഒരു കാലത്ത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഇന്നും ഈ സംഭവം നടന്നു ഞങ്ങൾ അക്രമത്തിന്റെ പാതല്ല. ഞങ്ങൾ നമ്മളുടെ കുടുംബങ്ങളില് മാതൃയോഗങ്ങൾ കൂടിയിട്ട് ബോധവൽക്കരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇവര് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ നമ്മ തല വെച്ചു കൊടുക്കരുത്. അപകടം നമ്മൾക്കാണ്. ഇവര് കണ്ണൂർ മുതൽ എല്ലാ സ്ഥലങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അക്രമിക്കൂടെ ഇവര് പാർട്ടിനെ വളർത്താന്നുള്ളതാണ്. ആ രീതി നമ്മൾക്കില്ല. നമ്മൾ അക്രമത്തിനെ നിരുത്സാഹപ്പെടുത്താം. നാളെ ഈ അക്രമത്തിന് വന്ന മനോജ് അടക്കം ഞങ്ങളുടെ BJP-യുടെ കൊടി പിടിക്കേണ്ടെന്ന് കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുള്ളുണ്ട്. മനോജിനെ ഞങ്ങൾ ഉപദ്രവിക്കാൻ നിൽക്കാറില്ല. മനോജ് എന്നല്ല, കൃത്യമായിട്ട് ഞങ്ങളെ ശത്രുക്കളെ ഞങ്ങൾ ഉപദ്രവിക്കാൻ നിൽക്കണ്ടെന്നാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം നാളെ ഈ പറഞ്ഞവരെല്ലാം ഞങ്ങളെ BJP-യുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ കൊടി പിടിക്കും, അതിൽ ഉറപ്പാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളോ എന്തുവാണ് ഇവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ ഈ ബാലികാ സദനത്തിൽ സംഘപരിവാറിന്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ടുള്ള ബാലികാ സദനത്തിൽ വന്നിരുന്നു. അപ്പൊ ഇതെല്ലാം ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ BJP-യോടൊരു താല്പര്യം ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ CPM-ന്റെ ഒരു നിലനിൽപ്പിനെ ഭാവിയിൽ പ്രശ്നത്തിലാക്കും എന്നുള്ളൊരു ചിന്താഗതിയാണോ ഈ ഒരു അക്രമത്തിന് പിന്നിൽ? അത് തീർച്ചയായിട്ടുണ്ട്. എന്താ ശരിക്കും പറഞ്ഞാൽ ഉള്ളടക്കം ഇതും കൂടി ഒരു ഭാഗമാണ്. കാരണം വർഷങ്ങളായിട്ട് യോഗിനി മാത എന്ന് പറഞ്ഞ ബാലികാ സദനം ഇപ്പൊ കൃത്യമായിട്ട് ഒരു 35ഓളം കുട്ടികളെ അവിടെ വളർത്തുന്നുണ്ട്.
ഒരു 8-ൽ താഴെ അമ്മമാരുണ്ട്. വലിയൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നു വർഷങ്ങളായിട്ട്. 7 മക്കളുടെ വിവാഹം അവിടെ ചെയ്തു കൊടുത്തു. ഇതെല്ലാം ഈ ഏരിയയിലുള്ള പൊതുസമൂഹത്തിന്റെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും സഹായം ചെയ്തുകൊണ്ട് എല്ലാവരും ഈ സ്ഥാപനത്തിന് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി വലിയൊരു വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഈ സ്ഥാപനം തകർക്കേണ്ടതും ഒരു ആവശ്യമാണ്. കാരണം അവർക്ക് ഇങ്ങനത്തെ ഒരു സ്ഥാപനങ്ങളൊന്നും ഇല്ല. കേരളത്തിൽ എവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ യാതൊരു സ്ഥാപനങ്ങളുള്ളത് ഒരു സ്ഥലങ്ങളും ഇല്ല. അവർക്ക് ക്രിമിനലുകളെ വളർത്താം, സെൻട്രൽ ജയിലിൽ ACI കൊടുക്കുക, അത് വേണ്ട ക്രിമിനലുകൾക്ക് വേണ്ട സംരക്ഷണങ്ങൾ കൊടുക്കുക, പരോള് ഇറക്കി കൊടുക്കുക, അതാണ് അവരുടെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ കണ്ണൂർ സെൻട്രൽ ജയിലിലൊക്കെ നടന്ന സംഭവങ്ങൾ കഴിഞ്ഞ മാസം നമുക്കറിയാലോ. ഈ വഴിയരികിൽ ഇട്ടിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേറെ മാർഗമൊന്നുമില്ല. അവരെത്രയോ കേസുകൾ 24 മണിക്കൂറിനുള്ളിൽ പിടിക്കുക. ആ പോലീസ് ഉദ്യോഗസ്ഥരെ സ്വതന്ത്രമാക്കി വിട്ടുകൊടുക്കുക. അവർ കൃത്യമായിട്ട് പണിയെടുക്കും. നമുക്കൊക്കെ നല്ല ആത്മവിശ്വാസമുണ്ട്. BJPക്ക്, ഹിന്ദു ഐക്യത്തിനും നമുക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. പക്ഷെ ഇവര് വളർത്തുന്നത് ആ രീതിയിലല്ലാന്ന് മാത്രം. ക്രിമിനലുകളെ വളർത്താം, ഭയപ്പെടുത്താം. പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അട്ടപ്പാടില് കുടിവെള്ളം കിട്ടാത്ത സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റാം. അവരും മനുഷ്യരല്ലേ നമ്മളെ പോലെ. അപ്പൊ അത്തരം കാര്യങ്ങളും അവരും ചില കാര്യങ്ങളിലൊക്കെ ഈ ഭരണത്തിന്റെ അധർമ്മം കൊണ്ട് അവരും അത് സഹിച്ചു പുറത്തു പോകുന്നുള്ളൂ. ഇപ്പൊ പോലീസിന്റെ ഭാഗത്തുള്ള നടപടി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ്? പോലീസിന്റെ ഭാഗത്ത് നമുക്ക് കൃത്യമായുള്ള ഒരു കാരണം സംഭവം നടന്ന സ്പോട്ടിൽ അറിയിച്ചപ്പോൾ സ്പോട്ടിൽ വന്ന് പോലീസ് എടുത്തു, കേസെടുത്ത് FIR ഇട്ടുണ്ട്. സംഗതി സ്റ്റേഷൻ ജാമ്യം കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേഷൻ ജാമ്യം കൊടുത്തതിൽ ഞങ്ങൾക്ക് ചെറിയ എതിർപ്പുണ്ട്. പക്ഷെ എന്നാലും ഇത് ഇന്നലത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് നമ്മളതിൽ അംഗീകരിക്കണം. കാരണം പോലീസിന് നല്ലൊരു സാധനമുണ്ട്. ഇതിന്റെ പിന്നിൽ വന്നിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളെ പിന്നിൽ ഈ അന്വേഷണം കൊണ്ടുപോകാൻ ഉറപ്പുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾക്ക് ഇത് തൃപ്തികരമായ രീതിയിലാണ് പോലീസിന്റെ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷന്റെ വാതിക്കൽ അതിന്റെ